ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഈ പേപ്പർ കൊണ്ട് ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. എന്നോട് കുറേ പേര് സ്ലൈം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തന്നെ വേറെ കുട്ടികളുടെ ചാനലുണ്ട്, കുഞ്ഞൂസ് ഡ്രീംസ് എന്നാണ് പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ക്രാഫ്റ്റ്സൊക്കെ അതിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്ലൈം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിൾ ക്രാഫ്റ്റ്സ് ആണ് കൂടുതൽ ഇഷ്ടമെന്ന്. എന്നോട് കുറേ പേര് ചോദിക്കുന്നതും ഇതുപോലുള്ള ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രാഫ്റ്റിന് നമുക്കൊരു പേപ്പറാണ് ആവശ്യം. A4 ഷീറ്റ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പർ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ വാലറ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കുറേ പേർക്ക് അറിയുന്നതായിരിക്കും. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഈ രണ്ട് ഭാഗം കൂടി നമുക്ക് ചേർത്തൊട്ടിക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളാണല്ലേ? ഇനി ഒരു കാര്യം കൂടി ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനിപ്പോൾ സ്കെച്ച് പെന്നോ ക്രയോൺസോ അല്ലെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗി കിട്ടും. അപ്പോൾ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് ഭംഗിയാക്കി എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഈ A4 ഷീറ്റ് ആയത് കാരണം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പേപ്പർ ബാഗ് കിട്ടാറില്ലേ, ബ്രൗൺ കളറിൽ, അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ടി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയുള്ളതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിലേക്ക്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും.